നമസ്കാരം, ഞാൻ ഡോക്ടർ മൃണാൾ എസ് പിള്ളൈ, ന്യൂബോൺ ഡോക്ടറാണ്. കൺസൾട്ടൻറ്റ് ന്യൂബോൺ സ്പെഷ്യലിസ്റ്റ്, ജി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് പ്രസവശേഷം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ആദ്യത്തെ തവണ ആണ് കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അമ്മയ്ക്ക് കുഞ്ഞിനെ എങ്ങനെ മുലപ്പാൽ കൊടുക്കണം എന്ന് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ കുഞ്ഞിനെ എങ്ങനെ എടുക്കണം, ഏത് പൊസിഷനിലാണ് കുഞ്ഞിനെ കിടത്തേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ന്യൂബോൺ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആയിരിക്കും, അല്ലെങ്കിൽ ലേബർ റൂമിലുള്ള സ്റ്റാഫ് നഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും തുടക്കത്തിലൊക്കെ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബേബി ഡെലിവറായ ഉടൻ തന്നെ അമ്മയുടെ നെഞ്ചത്ത് വയ്ക്കുക എന്നുള്ളത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അതിനെയാണ് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് എന്ന് പറയുന്നത്. സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ തൊലിയായിട്ട് തൊട്ട് ചേർന്നിരിക്കുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ പാല് ഉണ്ടാക്കാനുള്ള ശക്തി കിട്ടുന്നു ഉള്ളതാണ് സത്യം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബേബിയെ അമ്മയുടെ നെഞ്ചത്ത് ചേർത്ത് വയ്ക്കുക, ബേബി ഡെലിവറായ ഉടൻ തന്നെ. അതിപ്പോൾ നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ സെക്ഷൻ ആയാലും കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചത്ത് വയ്ക്കുന്നതാണ് അതിൻ്റെ ശരി. ഇനി അതിനുശേഷം കുഞ്ഞിന് അമ്മയുടെ പാല് കൊടുക്കാൻ ശ്രമിക്കുക. സാധാരണ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അപ്പോൾ ഡെലിവറിക്ക് ശേഷം അമ്മ കിടക്കുകയായിരിക്കും, ഇരുന്ന് ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ കിടന്ന് ഫീഡ് ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. കിടന്ന് ഫീഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് പ്രത്യേക പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയും തൊണ്ടയിൽ പോവും, അല്ലെങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തെറ്റാണ്. കിടന്നും അമ്മമാർക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ ഇരുന്ന് ഫീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിടന്ന് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ തലയും കഴുത്തും നെഞ്ചും ബോഡിയെല്ലാം അമ്മയിലേക്ക് ചേർന്ന് ഒരേ ലൈനിൽ വേണം ഇരിക്കാൻ. വയറായിട്ട് തുടരണം. സാധാരണ കുഞ്ഞിനെ കൈയുടെ മുകളിൽ എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്ത് അമ്മയുടെ എൽബോയുടെ മുകളിൽ, കൈമുട്ടിൻ്റെ മുകളിൽ വച്ചിട്ട് എടുത്ത് ഫീഡ് ചെയ്യുന്നതിനാണ് ക്രേഡിൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊസിഷനാണ് ക്രേഡിൽ ഹോൾഡ്, അല്ലെങ്കിൽ ക്രേഡിലായിട്ടുള്ള പിടുത്തം. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ഫീഡ് ചെയ്യുമ്പോൾ തുടക്കത്തിലൊക്കെ കുഞ്ഞുങ്ങളുടെ കഴുത്തിന് ഉറപ്പ് ഉണ്ടാവില്ല. കഴുത്ത് ഉറയ്ക്കാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തല വിട്ടുപോകാം, അല്ലെങ്കിൽ വാ ഏരിയയുള്ള നിപ്പിളിൽ നിന്ന് വിട്ടുപോകാം. അതുകൊണ്ട് തുടക്കത്തിലൊക്കെ കുഞ്ഞിൻ്റെ കഴുത്തിനടിയിൽ പിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴുത്തിനടിയിൽ പിടിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ ഓപ്പോസിറ്റ് കൈ, കുഞ്ഞിൻ്റെ കഴുത്ത് ഏത് സൈഡിലായിരിക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കൈ വെച്ച് പിടിക്കാം. അതിനെയാണ് ക്രേഡിൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ കുഞ്ഞിരിക്കുന്ന കഴുത്തിൻ്റെ അതേ പൊസിഷൻ, അതേ സൈഡിലെ കൈ വെച്ചും കഴുത്തിനടിയിൽ പിടിക്കാം. ഫുട്ബോൾ ഹോൾഡ് പൊസിഷൻ എന്ന് പറയും. ക്രോസ് ക്രേഡിൽ പൊസിഷനിൽ കുഞ്ഞിൻ്റെ ശരീരം മൊത്തവും അമ്മയുടെ ഓപ്പോസിറ്റ് കൈയുടെ മുകളിലിരിക്കും. കഴുത്തിന് കൈ കൊണ്ട് പിടിക്കുന്നതായിരിക്കും. അടിയിൽ പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യാം. ഫീഡിങ് പില്ലോ കിട്ടും. അതേപോലെ അമ്മയുടെ ബാക്കിൻ്റെ താഴ്ഭാഗത്തും പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യാം. ഫുട്ബോൾ ഹോൾഡ് പൊസിഷനിൽ കുഞ്ഞിൻ്റെ കഴുത്ത് എവിടെ ഇരിക്കുന്നു അതേ കൈ വെച്ചിട്ട് തന്നെ കുഞ്ഞിൻ്റെ ബാക്കിനെ സപ്പോർട്ട് ചെയ്ത് കഴുത്തിനടി പിടിച്ചിട്ട് വേണം ഫീഡ് ചെയ്യാൻ. അവിടെയും നമുക്ക് അടിയിൽ പില്ലോ വയ്ക്കാം, അമ്മയുടെ നടുവിൻ്റെ താഴ്ഭാഗത്തും പില്ലോ വയ്ക്കാം. ആ ഫുട്ബോൾ ഹോൾഡ് പൊസിഷൻ ആകുമ്പം സിസേറിയൻ സെക്ഷൻ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, കാരണം കുഞ്ഞിൻ്റെ ശരീരം മുറിവിൻ്റെ മുകളിൽ തൊടുന്നില്ല. പക്ഷേ പലപ്പോഴും അമ്മമാർക്ക് ഫുട്ബോൾ കഴിയില്ല, ക്രോസ് ക്രേഡിലായിരിക്കും കഴിയുന്നത്. ചില അമ്മമാർക്ക് ക്രോസ് ക്രേഡിൽ പൊസിഷൻ ശരിയാവില്ല, ഫുട്ബോൾ ഹോൾഡ് പൊസിഷനാണ് ശരിയാവുന്നത്. ഇപ്പോൾ രണ്ട് പൊസിഷനും അമ്മമാർക്ക് ട്രൈ ചെയ്തിട്ട് അതിൽ ഏറ്റവും നല്ലോണം ഫീഡ് ചെയ്യാൻ പറ്റുന്ന, പാല് കൊടുക്കാൻ പറ്റുന്ന പൊസിഷനിൽ വേണം കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ അതിനുശേഷം ചരിഞ്ഞ് കിടന്ന് ഫീഡ് ചെയ്യാം. ചരിഞ്ഞ് കിടന്ന് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനടിയിൽ തലയണ വയ്ക്കൽ, അമ്മയുടെ തോളിനടിയിൽ തലയണ വയ്ക്കാം. കൈ കുത്തി ഫീഡ് ചെയ്യണമെന്നില്ല, കൈ താത്ത് വളരെ കംഫർട്ടബിളായിട്ട് സുഖത്തോടെ ഫീഡ് ചെയ്യാം. അപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിനെ അടിയിൽ പിടിച്ചിട്ട് കുറച്ചും കൂടെ ബലം കൊടുത്ത്, അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്ത് ഫീഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് പൊസിഷൻ. അമ്മ ഏത് പൊസിഷനിലാണ് കുഞ്ഞിനെ എടുക്കേണ്ടത്. ഇനി മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് പറഞ്ഞു, രണ്ടാമത് പൊസിഷൻ പറഞ്ഞു, മൂന്നാമത് കുഞ്ഞിൻ്റെ വാ വളരെ ഡീപ്പായിട്ട് വേണം അമ്മയുടെ ഏരിയോള നിപ്പിളിനെ മൊത്തവും തൊണ്ടയിലേക്ക് എടുത്തിട്ട് വേണം ഫീഡ് ചെയ്യാൻ. അപ്പോൾ ഇതിനെ പറയുന്നത് ഡീപ്പ് അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ
വളരെ ആഴത്തിൽ അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡീപ്പ് ലാച്ച് എന്നും പറയും, വളരെ ആഴത്തിൽ ലാച്ച് ചെയ്യുന്നു. പലപ്പോഴും തുടക്കത്തിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് പാല് കുടിക്കുന്നത് നിപ്പിളിൽ മാത്രം സക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിപ്പിളിൽ മാത്രം സക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിന് കൃത്യമായിട്ട് പാല് കിട്ടില്ല, നിപ്പിൾ മുറിഞ്ഞു പോവാം. പാല് കിട്ടാത്തതുകൊണ്ട് കുഞ്ഞ് കൂടുതൽ കരയും, കൂടുതലായിട്ട് സക്ക് ചെയ്യും, നിപ്പിൾ മുറിഞ്ഞ് രക്തം വരാം. അതിനാണ് ക്രാക്ക് നിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് ശരിയല്ലെങ്കിൽ ക്രാക്കാവാം, നിപ്പിൾ ക്രാക്കാവാം. രണ്ടാമത്തെ ദിവസം പാല് കൂടുമ്പം പാല് ബ്രസ്റ്റിൽ കെട്ടിയിട്ട് അമ്മയ്ക്ക് വളരെ കൂടുതൽ വേദന ഉണ്ടാവാം. അതിനെ പറയുന്ന ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ്. അതേപോലെ ബ്രസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, മാസ്റ്റൈറ്റിസ്. ബ്രസ്റ്റിൻ്റെ ഇൻഫെക്ഷനാണ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ കൂടിയിട്ട് ബ്രസ്റ്റിനുള്ളിൽ പഴുപ്പ് കെട്ടി നിൽക്കാം, അതിനെ പറയുന്ന ബ്രസ്റ്റ് ആപ്സസ്. അപ്പോൾ ക്രാക്ക് നിപ്പിളായാലും ബ്രസ്റ്റ് എൻഗോർജ്മെൻ്റ് ആയാലും പിന്നെ മാസ്റ്റൈറ്റിസ്, ബ്രസ്റ്റ് ഇൻഫെക്ഷൻ ആയാലും ബ്രസ്റ്റ് ആപ്സസ് ആയാലും ഇതിനെല്ലാം കാരണം കുഞ്ഞ് കറക്റ്റായിട്ട് ഡീപ്പായിട്ട് കയറി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കഴുത്തിൻ്റെ പുറകെ പിടിക്കുന്നതും അതിനാണ്, ഡീപ്പായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഡീപ്പ് ലാച്ച് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഡീപ്പ് ലാച്ച് കിട്ടാൻ വേണ്ടി കുഞ്ഞിൻ്റെ താഴത്തെ ചുണ്ട് അടിഭാഗത്തും മേളത്തെ ചുണ്ട് അമ്മയുടെ നിപ്പിളിലും തൊടിയിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റിഫ്ലെക്സ് ഉണ്ടാകും, റൂട്ടിംഗ് റിഫ്ലെക്സ്. അത് കാരണം കുഞ്ഞ് വാ തുറക്കുന്നതായിരിക്കും. അമ്മയുടെ ഏരിയുള്ള നിപ്പിൾ വളരെ ഡീപ്പായിട്ട് കയറ്റിയിട്ട് ഫീഡ് ചെയ്യുക. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഡീപ്പ് ലാച്ച് നടന്നു കഴിഞ്ഞു, പക്ഷേ കുഞ്ഞ് ഉറങ്ങിപ്പോവും. കുഞ്ഞിന് ആഗ്രഹമില്ല, കുഞ്ഞിന് ജസ്റ്റ് കുറച്ച് പാല് കിട്ടിയാൽ മതി, അതിനുശേഷം കുഞ്ഞ് ഉറങ്ങിപ്പോകാം. തുടക്കത്തിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പിന്നീട് കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് കുടിച്ചോളും. പക്ഷേ ആദ്യത്തെ ഒരു മാസം 1.5 മാസമൊക്കെ കവിളിൽ, കയ്യിൽ, കാലിലൊക്കെ ഉരച്ചൊരിച്ച് ഫീഡ് ചെയ്യേണ്ടി വരും. കാരണം കുഞ്ഞ് സ്വയമേവ ദീർഘമായിട്ട് പാല് കുടിക്കില്ല. അമ്മ തന്നെ കവിളിൽ, കയ്യിൽ, കാലിൽ ഉരച്ചൊരിച്ച് കുഞ്ഞിനെ മോട്ടിവേറ്റ് ചെയ്യണം ഫീഡ് ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാതിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ്, അതേപോലെ പൊസിഷൻ, കുഞ്ഞിനെ എടുക്കുന്ന പൊസിഷനും പിന്നെ അമ്മ ഇരിക്കുന്ന പൊസിഷനും കിടക്കുന്ന പൊസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡീപ്പായിട്ട് ലാച്ച് ചെയ്യണം എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ കുഞ്ഞിന് അമ്മയുടെ പാലല്ലാതെ വേറെ വെള്ളമോ തേനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിക്വിഡ് അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കുഞ്ഞിൻ്റെ ശരീരത്തിൽ പ്രതിരോധ ശക്തിയില്ല, കുഞ്ഞിൻ്റെ ശരീരത്തിനുള്ളിൽ പോലീസോ പട്ടാളമോ ഇല്ല. അപ്പോൾ അതിനുള്ളിലേക്ക് വേറെ ആക്രമിക്കുന്ന അണുക്കൾ നമ്മൾ കയറ്റാൻ പാടില്ല. അമ്മയുടെ പാല് മാത്രമേ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ കുഞ്ഞിന് അസുഖം ഉണ്ടാവും. അസുഖം വന്നാൽ അറിയാലോ, വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും, ചിലപ്പം കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന് വരില്ല. അതുകൂടാതെ അമ്മയുടെ പരിചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയ്ക്ക് അത്യാവശ്യം ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കുഞ്ഞ് പലപ്പോഴും രാത്രിയിലാണ് എഴുന്നേൽക്കുന്നത്. രാത്രിയിൽ തന്നെ 4-5 തവണ ഫീഡ് ചെയ്യണം. ഇപ്പോൾ രാത്രിയിൽ നല്ല ആക്റ്റീവായിട്ട് അമ്മയ്ക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ പകൽ നല്ലോണം ഉറങ്ങണം. പകൽ ഉറങ്ങുക, കുഞ്ഞിൻ്റെ കൂടെ ഉറങ്ങുക. അതിനുവേണ്ടി ലൈറ്റ് പിന്നെ ഓഫ് ചെയ്യുക. പിന്നെ അത്യാവശ്യം എല്ലാ ലൈറ്റും വേണമെങ്കിൽ പകൽ സമയത്ത് ഓഫ് ചെയ്യാം. രാത്രിയിലും ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അതുകൂടാതെ അമ്മയുടെ കണ്ണ് അടച്ച് അമ്മ ഉറങ്ങുന്നത് നല്ലതായിരിക്കും. ലൈറ്റ് എപ്പോഴും ആവശ്യം വരുന്നത് കുഞ്ഞിൻ്റെ മോഷൻ പോയിട്ട് വൃത്തിയാക്കണമെങ്കിൽ ലൈറ്റ് ഓണാക്കേണ്ടി വരും. കാരണം മോഷൻ വായിപ്പോയാൽ കുടലിന് അസുഖം ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ വേണമെങ്കിൽ ലൈറ്റ് ഇട്ട് നല്ലോണം വൃത്തിയാക്കുക, പിന്നെ ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അമ്മയുടെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ അമ്മ അത്യാവശ്യം വെള്ളം കുടിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 8 ഗ്ലാസ് അല്ലെങ്കിൽ 10-12 ഗ്ലാസ് അമ്മയുടെ ദേഹത്തിന് ആവശ്യമനുസരിച്ച് കുടിക്കണം. ഓരോ തവണ ഒരു 2 ഗ്ലാസ് വെച്ച് കുടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തെ വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് അമ്മയ്ക്ക് മീറ്റ് ചെയ്യാൻ കഴിയും. ഇത് കൂടാതെ ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രം കഴിക്കുക. അല്ലാതെ എക്സോട്ടിക്കായിട്ട് ഷവർമ അല്ലെങ്കിൽ ജ്യൂസ്, കരിക്കും വെള്ളം, ഇതൊന്നും സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡല്ലല്ലോ. വീട്ടിലുണ്ടാക്കുന്ന ജനറലായിട്ടുണ്ടാക്കുന്ന ഫുഡ് മാത്രം കഴിക്കുക. പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാതിരിക്കുക. വയറിന് പ്രശ്നം ഉണ്ടെങ്കിൽ പാല് കുറഞ്ഞു പോകും, കുഞ്ഞിനും അസുഖം ഉണ്ടാവും. അതുകൊണ്ട് ഫുഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും അമ്മമാർക്ക് പാല് വീണ്ടും വീണ്ടും കൊടുക്കുമ്പോൾ നടുവേദന ഉണ്ടാവാം. ചില അമ്മമാർക്ക് മൈഗ്രെയിൻ, തലവേദന, നേരത്തെയുള്ള മൈഗ്രെയിൻ തന്നെ ആയിരിക്കും, അതും ഉണ്ടാവാം. പിന്നെ ചിലർക്ക് വേറെ സ്ഥലങ്ങളിൽ വേദന ഉണ്ടാവും. ഈ വേദന പാല് കുറയ്ക്കും. അപ്പോൾ വേദനയെ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിസേറിയൻ സെക്ഷനാണെങ്കിൽ മുറിവിൻ്റെ വേദന ഉണ്ടാവാം. അപ്പോൾ വേദനയ്ക്ക് മരുന്നെടുക്കുക, വേദന ഉണ്ടാക്കുന്ന അസുഖം ട്രീറ്റ് ചെയ്യുക. വളരെ കോമൺ ആയിട്ടുള്ള വേദന എന്ന് വെച്ചാൽ നടുവേദനയാണ്. ഇപ്പോൾ നടുവേദന വീണ്ടും വീണ്ടും ഫീഡ് ചെയ്യുമ്പോൾ വരാം.
എപ്പോഴും ഇരുന്ന് ഫീഡ് ചെയ്യുന്നതും വരാം, അതുകൊണ്ട് കിടന്ന് ഫീഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നടുവേദനയ്ക്ക് നടു തിരുമ്മി കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നടു തിരുമുന്നത് നോർമൽ ഡെലിവറി ആണെങ്കിൽ കമന്ന് ടേബിളിൻ്റെ മുകളിൽ കമന്ന് കിടക്കാം, പുറകെ തിരുമുന്ന ആൾ നിന്നിട്ട് തിരുമ്മി കൊടുക്കാം. സിസേറിയൻ സെക്ഷൻ ആകുമ്പം അങ്ങനെ കമരാൻ പറ്റില്ല. 1 മാസം വരെ മുറിവൊക്കെ ഉണ്ടായതുകൊണ്ട് കമരാൻ പറ്റില്ല. ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുക. തിരുമുന്ന ആൾ അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ പുറകെ ചെയറിലിരുന്ന് തള്ളവിരൽ വെച്ചിട്ട് അമ്മയുടെ നടുവിൻ്റെ 2 സൈഡിലും വട്ടത്തിലും സ്ട്രൈറ്റ് ആയിട്ടും തിരുമാം. നടുവിൻ്റെ മധ്യത്തിൽ തിരുമിയ വേദന കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ തിരുമേണ്ട ആവശ്യമില്ല. നമ്മൾ തിരുമുന്നത് നടുവിന് 2 വശത്തുമുള്ള മസിലുകളുടെ മുകളിലാണ്, മാംസപേശിയുടെ മുകളിലാണ്. അങ്ങനെ തിരുമുമ്പോൾ അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. ആ ബ്ലഡ് സപ്ലൈ ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ വേദന കുറയുന്നതായിരിക്കും. വേദന കുറയുമ്പോൾ പാല് കൂടുന്നതായിരിക്കും. അപ്പോൾ 2 സൈഡിലും തള്ളവിരൽ വെച്ചിട്ട് വട്ടത്തിലും സ്ട്രൈറ്റ് ആയിട്ടും 4 തവണ അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ് വേദനയുണ്ടെങ്കിൽ, സാധാരണയായിട്ട് വേദന ഉണ്ടാകുന്ന 2ാമത്തെ ദിവസം കഴിയുമ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് തിരുമ്മി കൊടുക്കാം. ഇനി പാല് കൂടാൻ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വയം വിശ്വസിക്കുക. ബേബി ജനിച്ചാൽ പാല് കൂടുന്നത് തന്നെ ആയിരിക്കും, പാലുണ്ടാവുന്നതായിരിക്കും. ആദ്യം കുറച്ച് കുറവായിരിക്കും, പതുക്കെ പതുക്കെ കൂടുന്നതായിട്ട് ചിന്തിക്കുക. അതുപോലെ വേറെ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ വേദന കുറയുന്നതായിട്ട് ചിന്തിക്കുക, വേദനയ്ക്കുള്ള മരുന്നെടുക്കുക. അപ്പോൾ അമ്മയുടെ മനസ്സിലുള്ള ചിന്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം സംശയിക്കാതിരിക്കുക, കൂടുതലായിട്ട് ചിന്തിച്ച് സ്വയം സംശയിക്കാതിരിക്കുക. അപ്പോൾ പാല് കൂടിക്കൊണ്ടേയിരിക്കുന്നതായിട്ട് ചിന്തിക്കുക, കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് ചിന്തിക്കുക. പാൽ ഓവറായിട്ട് ഒരു സൈഡിൽ കൊടുക്കും, മറ്റു സൈഡിൽ ഒഴുകണം, ആ രീതിയിൽ എത്തണം. അപ്പോൾ അതിനെ പറയുന്നത് ഇജക്ഷൻ റിഫ്ലക്സ്. അപ്പോൾ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ വലത്തെ സൈഡിൽ കൊടുക്കുമ്പോൾ ഇടത്തെ സൈഡിൽ ബ്രസ്റ്റിൽ നിന്ന് പാല് ഡ്രിപ്പ് ചെയ്ത് വരും. അതിനർത്ഥം അമ്മയ്ക്ക് നല്ലോണം പാലുണ്ടെന്നാണ്. ഇടത്തെ സൈഡിൽ കൊടുക്കുമ്പോൾ വലത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡ് ബ്രസ്റ്റിൽ ഒഴുകി വരുന്നത് തന്നെയാണ് ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ലോണം പാലുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ എത്തണം, ആ ഒരു ലെവലിലെത്തണം. പാല് കൂടാൻ വേണ്ടി നല്ല ഭക്ഷണം കഴിക്കണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ ഓട്സ്, പിന്നെ ശതാവരി ഇലയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള മരുന്നുമുണ്ട്, ഗാലാക്ടോകോക്സ് എന്ന് പറയും. മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്ന മരുന്ന്, മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്ന മരുന്നുകളെ ഗാലാക്ടോകോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യാമേ ഉള്ളൂ. അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നേരത്തെ കുഞ്ഞിന് പാൽ കൊടുക്കുക, എത്രയും നേരത്തെ പാൽ കൊടുക്കുക, കൂടുതൽ നേരം ഫീഡ് ചെയ്യുക, ഷോർട്ടായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക, കൂടുതൽ തവണ ഫീഡ് ചെയ്യുക. പിന്നെ ഫുഡ്, വെള്ളം, അതേപോലെ തന്നെ സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബാക്ക് മസാജ് ചെയ്യേണ്ടി വരും. വേദന ഉണ്ടെങ്കിൽ, വേദന ഉള്ള കണ്ടീഷൻസ് എല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അമ്മയുടെ കണ്ടീഷൻസ് എല്ലാം അമ്മയ്ക്ക് ഉള്ളിലുള്ള വിശ്വാസം, പിന്നെ പാല് കൂടാനുള്ള മരുന്നെടുക്കാം. അതുകൂടാതെ ഈ സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് നേരത്തെ പറഞ്ഞു, അതിനുവേണ്ടി അമ്മമാർ ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സ് വാങ്ങുന്നത് നല്ലതായിരിക്കും. അതായത് കഴുത്ത് മുതൽ കാല് വരെ ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സ് എന്ന് പറയുന്നത്. അല്ലാതെ സൈഡ് ഓപ്പൺ അല്ല, ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സ്. അപ്പോൾ ഈ ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് തൊലിയായിട്ട് കൊള്ളുന്നത്, അതിനെ പറയുന്നത് കങ്കാരു മദർ കെയർ അല്ലെങ്കിൽ സ്കിൻ ടു സ്കിൻ കെയർ. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പാല് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ തോളത്ത് അരമണിക്കൂർ വെക്കണമല്ലോ, ഗ്യാസ് കളയണം. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും, അങ്ങനെ ഒരു 5-6 തവണ, അതിൽ കൂടുതലും ബേബിയായിട്ട് നെഞ്ചത്ത് വെച്ച് ഇരിക്കുന്നത് നല്ലതായിരിക്കും. നെഞ്ചത്ത് വെച്ചിരിക്കുമ്പോൾ കട്ടിലിൻ്റെ മധ്യത്ത് 2 തലയണ പുറകെ വെച്ചിരിക്കാം, അല്ലെങ്കിൽ ബേബിയെ നെഞ്ചത്ത് വെച്ച് നടക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കഴുത്തും വയറും മടങ്ങാൻ പാടില്ല. കുഞ്ഞിൻ്റെ കഴുത്ത് മടങ്ങുമ്പോൾ ശ്വാസം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കഴുത്തും വയറും സ്ട്രൈറ്റ് ആയിരിക്കണം. കഴുത്തും വയറും സ്ട്രൈറ്റ് ആകുന്നില്ലെങ്കിൽ കക്ഷത്തും കഴുത്തി പിടിച്ച് മുകളിലോട്ട് കയറ്റി കിടത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡെലിവറി ആയതിനു ശേഷം അമ്മമാർ കുഞ്ഞിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പാല് കൂടാൻ വേണ്ടി. ഇതിൽ നിങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.